സുഹൃത്തുക്കളെ നമസ്കാരം. അപ്പം ഞാൻ ഇന്ന് വീഡിയോയിൽ വന്നതെന്ന കാര്യമെന്ന് പറഞ്ഞാൽ സിറ്റിയിൽ നിന്നൊക്കെ ഒരുപാട് കോളുകൾ വന്നു തുടങ്ങി. പാമ്പുകളുടെ ശല്യമൊക്കെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കുഞ്ഞുങ്ങളൊക്കെ മരണപ്പെട്ടവരെ നിങ്ങൾ വാർത്തയിൽ കാണുന്നുണ്ട്, ഡെയിലി ഉള്ള ന്യൂസുകൾ കാണുന്നുണ്ടല്ലോ. അപ്പോൾ അത് കണ്ടിട്ടൊരു ഫാമിലി എന്നെ വിളിച്ചതാണ്. അവരുടെ പറമ്പല്ല കേട്ടോ ഇത്. അവർ സ്വന്തം പൈസ മുടക്കി ചെയ്യിക്കുകയാണ്. അവരുടെ വീടിൻ്റെ ബാക്കിലുള്ള പ്രോപ്പർട്ടിയാണ്. അവർ പറഞ്ഞിട്ടും കേൾക്കുന്നില്ല. പിന്നെ അവരുടെ സ്വയരക്ഷയ്ക്കായിട്ട് അവരുടെ കുട്ടികളൊക്കെ എപ്പോഴും ഇറങ്ങി നടക്കുന്നതാണ്. അവരുടെ കോമ്പൗണ്ടിനോട് ചേർന്ന പുരയിടമാണ്. ഒരു 40 സെൻറ്റ് വരും. അവർ ഏകദേശം 20 സെൻറ്റോളം എന്നോട് പറഞ്ഞ് ക്ലിയർ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഇത് കാണുമ്പം ഇത് കരിഞ്ഞ പോലെ കിടക്കുകയാണ്. പക്ഷേങ്കിൽ ഇത് മെഷീൻ ഓടിച്ചെങ്കിൽ മാത്രമേ ഇത് പൂർണ്ണമായിട്ടും ഡിസ്പോസ് ആവുകയുള്ളൂ. പകുതിയോളം കരിഞ്ഞ അവസ്ഥയിലും പകുതിയോളം കാട് പിടിച്ച അവസ്ഥയിലാണ് ഈ പ്രോപ്പർട്ടി കിടക്കുന്നത്. ഈ കരിഞ്ഞ് കിടക്കാൻ നമ്മൾ ഓർക്കും അത് ചെയ്യണ്ടല്ലോ എന്നോർക്കും. കാരണം കാട് വെട്ടണ്ടല്ലോ, അത് കരിഞ്ഞു പോയല്ലോ എന്നോർക്കും. അതാണ് ഏറ്റവും കൂടുതൽ ഡേഞ്ചർ എന്ന് പറയുന്നത്. ഈ കരിയിലേക്കകത്താണ് അണലി പോലുള്ള സാധനങ്ങൾ, മൂർഖനൊക്കെ ഒളിഞ്ഞു കിടക്കുന്നത്. ഈ അത്യാവശ്യം മെഷീൻ ഓടിച്ച് കഴിയുമ്പോൾ കുറേ നാളത്തേന് എന്തായാലും ഇതിൻ്റെ ശല്യം വരില്ല. അത് നമുക്ക് പലരിടത്തും ചെയ്തിട്ട് അനുഭവമുള്ളവർ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ മെഷീൻ വർക്ക് ചെയ്തതിന് ശേഷം പാമ്പിൻ്റെ ശല്യം അധികം കാണാറില്ല എന്ന്. അപ്പം ഇങ്ങനെയുള്ള സംഭവങ്ങളാണ് ഏറ്റവും കൂടുതൽ ഡേഞ്ചറായിട്ട് വരുന്നത്. കണ്ടില്ലേ, ഇപ്പം കാടില്ല എന്ന് തോന്നുന്നു. പക്ഷേ എൻ്റെ ഏകദേശം മുട്ടറ്റം ഇവിടെ കാടാണ്. ഇത് വെട്ടി മാറ്റിയെങ്കിൽ മാത്രമേ, ഇത് റോപ്പ് കട്ടിങ്ങും ബ്ലേഡ് കട്ടിങ്ങും ചെയ്തെങ്കിൽ മാത്രമേ ഇത് പൂർണ്ണമായിട്ടും തറയിലോട്ട് പൊടിഞ്ഞു പോകത്തുള്ളൂ. അതിന് ശേഷം നമുക്ക് തീയിടാനും പറ്റും. അപ്പം നമുക്ക് വർക്ക് സ്റ്റാർട്ട് ചെയ്യാം. വേണ്ട ഈ ഒരു അവസ്ഥയിലേക്ക്, കണ്ടില്ലേ, ഞാൻ പറഞ്ഞില്ലേ വീഡിയോ ഇട്ടിട്ട് ഈ ഒരു അവസ്ഥയിലേക്ക് പോകണം. ഇത് ഒരു മണിക്കൂർ വെയിൽ കിട്ടിയാൽ ഇത് കരിഞ്ഞു പോകും. ഇത് ഏകദേശം തറയിലോട്ടങ്ങ് നിരന്ന് ക്ലിയർ ആകുന്ന ഒരവസ്ഥയിൽ ഇത് തീയിട്ട് കൊടുത്താൽ മതി. ഒരു ഉച്ച കഴിഞ്ഞ് 2 മണിക്കൂറിന് ചെറുതായിട്ട് പച്ച പൂർണ്ണമായിട്ട് മാറുന്ന മുമ്പേ തീയിട്ട് കൊടുത്താൽ വലിയ രീതിക്ക് കത്തില്ല, ചെറിയ രീതിക്ക് നീറി കത്തിപ്പോകും. ഒരാളെ നിർത്തി നമ്മൾ സാധാരണ ഒരാളിനെ നിർത്തി ചെയ്യാമെന്ന് വെച്ചാൽ ചിലപ്പോൾ കുറച്ച് ഏരിയയൊക്കെ തീരുള്ളൂ. ആ ഒരു പൈസയ്ക്ക് മെഷീൻ വെച്ചിട്ട് നമ്മൾ പെട്ടെന്ന്, നിങ്ങളുടെ സമയവും വിലപ്പെട്ടതാണ്, എൻ്റെ സമയം വിലപ്പെട്ടതാണ്, പെട്ടെന്ന് നമുക്ക് വർക്ക് ചെയ്ത് തീരാൻ സാധിക്കും കേട്ടോ. വർക്ക് ചെയ്ത് പെട്ടെന്ന് നമ്മൾ ഫിനിഷ് ചെയ്യാൻ സാധാരണ സിറ്റിക്കകത്തുള്ള ആൾക്കാർക്ക് സമയമില്ല. ഞങ്ങൾക്ക് നോക്കി നിൽക്കുക, ഒരാ ജോലിക്കാരെ വിട്ടിട്ട് അത് നോക്കി നിൽക്കുക സമയമില്ല എന്ന് പറയുന്ന ആൾക്ക് 1 മണിക്കൂറിനകത്തൊക്കെ നമ്മൾ അത്യാവശ്യം ഒരു കോമ്പൗണ്ടും മിറ്റമൊക്കെ നമ്മൾ റെഡിയാക്കി. കൂടുതൽ ഇൻ്റർലോക്ക് അതുപോലെ ഗാർഡനിനകത്തൊക്കെ ഉള്ള കാടുകളൊക്കെയാണ് നമ്മൾ കൂടുതൽ സിറ്റിക്കകത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ 1 ഏക്കറൊക്കെ 2 പേരും 1 ദിവസം കൊണ്ട് തീർക്കും, അത്യാവശ്യം മീഡിയം ലെവലിലുള്ള കാടാണെങ്കിൽ. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതേ ലെവലിലുള്ള കാടാണെങ്കിൽ 2 പേര് 1 ദിവസം കൊണ്ട് നമ്മൾ തീർക്കും. അപ്പോൾ അത്രയും സ്പീഡായിട്ട് നമുക്ക് വർക്ക്, ഹെവി ഡ്യൂട്ടി മെഷീൻസാണ് നമ്മളിത് ഇരിക്കുന്നത്. അപ്പം അങ്ങനെയുള്ള വർക്കുകൾക്കായിട്ട് നമ്മുടെ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്തോ. സിറ്റിയിൽ എവിടെ വേണേലും, ഇപ്പം നമ്മുടെ വർക്ക് പരിധി എന്ന് പറയുന്നത് ആയൂർ വരെ നമ്മൾ വർക്ക് ചെയ്യുന്നുണ്ട്. ആയൂരൊക്കെ എസ്റ്റേറ്റുകളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരാളെ നിർത്തുമ്പോൾ ഇന്ന് 1200 രൂപ കുറയാതെ ഒരു മനുഷ്യനും വരില്ല. അതുമല്ല, അവർ രാവിലെ തൊട്ട് ഏകദേശം 2 മണി വരെയൊക്കെ പണിയുള്ളൂ. കാരണം അവരെയും കുറ്റം പറയാൻ പറ്റില്ല, കാരണം വെയിലിൻ്റെ അവസ്ഥ അതാണ്. അപ്പം ഈ പറയുന്ന 40 സെൻറ്റ് ചെയ്യണമെങ്കിൽ, അല്ലെങ്കിൽ ഞാൻ ഈ ചെയ്യുന്ന 20 സെൻറ്റ് ചെയ്യണമെങ്കിൽ തന്നെ ഒരു 4-5 ദിവസത്തിൽ കൂടുതൽ 2 പേര് നിൽക്കണം സിറ്റിക്കകത്ത് പണി വെച്ചിട്ട്. നമുക്കൊക്കെ എന്ന് പറഞ്ഞാൽ 2 പേരും, ഞങ്ങളിപ്പോൾ ഒരു ആളായതുകൊണ്ട് ഉച്ച കൊണ്ടൊക്കെ തീർക്കും, ഒരു 3 മണി കൊണ്ടൊക്കെ നമ്മൾ തീർക്കും. അത്രയും ഇപ്പോൾ ഫിനിഷായിട്ട് ചെയ്യണമെന്നാണ് അവർ പറഞ്ഞത്. നല്ല ഗ്രൗണ്ട് ലെവലിൽ ചെയ്യണമെന്നാണ് പറഞ്ഞത്. ഓടിച്ചിട്ട് ചെയ്യണം, ഗ്രൗണ്ട് ലെവലിൽ ചെയ്യണം. അപ്പോൾ ഒരു 2 മണിക്കൂർ കൂടുതലെടുക്കും. അപ്പോൾ അങ്ങനെ നമ്മൾ ചെയ്ത് തീർക്കുന്നുണ്ട്. അപ്പോൾ എന്തുകൊണ്ടും ബെറ്ററാണ്. നമ്മളിപ്പോൾ ഈ 3 മണിക്ക് ഒക്കെ തീർത്താലും 2 മണിക്ക് തീർത്താലും അവർക്ക് ലാഭമാണ്. പിന്നെ കഴിവും നമ്മൾ മാക്സിമം ഒരു 6 മണി സമയത്തെ നമ്മൾ വർക്കിന് ഇറങ്ങും. ഇപ്പോൾ ഭയങ്കര ചൂടാണ്, ചൂട് നമുക്ക് താങ്ങാൻ കഴിയില്ല. എന്നാലും ഇവർ വിളിച്ച് പറഞ്ഞപ്പോൾ നമുക്ക് വരാതിരിക്കാൻ കഴിയില്ല, കാരണം അത്രയ്ക്കുള്ള ഒരു ആവശ്യമായിരുന്നു. ഇപ്പോൾ ഇവിടെ വന്നപ്പോഴത്തേനും തൊട്ടപ്പുറത്തും ചെയ്യണം കേട്ടോ. അവരും വിളിച്ച് പറയും ഇത് കഴിഞ്ഞിട്ട് അങ്ങോട്ട് വരണമെന്ന്. അപ്പം എല്ലാവരും സൂക്ഷിച്ചൊക്കെ വേണം പരിസരമൊക്കെ. അതുപോലെ വീടിൻ്റെ പരിസരത്തൊന്നും ഈ തൊണ്ട് അതുപോലെ വിറകൊന്നും കൂട്ടി വയ്ക്കരുത്. എല്ലാം ഭയങ്കര ഡേഞ്ചറാണ്. പാമ്പുകൾ ഇറങ്ങി നടക്കുന്ന സമയമാണ് ഇപ്പോൾ കേട്ടോ. പിന്നെ പ്രത്യേകിച്ച് എനിക്ക് പറയാനുള്ളത്, നമ്മുടെ വീടിനകത്തോട്ടൊക്കെ വള്ളിപ്പടർപ്പുകളായിട്ടൊക്കെ ഭംഗിക്ക് പടർത്തുന്നുണ്ടെങ്കിൽ അതൊക്കെ ഒഴിവാക്കണം. മരങ്ങൾ വീട്ടിലോട്ട് ചാഞ്ഞ് നിൽപ്പുണ്ടെങ്കിൽ അത് ഒഴിവാക്കുക. ശിഖരങ്ങളൊക്കെ ഒന്ന് മുറിച്ച് ക്ലിയർ ചെയ്യേണ്ട അവസ്ഥയാണ്. പാമ്പുകൾ അതിലേക്കാണ് കയറുന്നത്. അതുപോലെ തന്നെ ടെറസിൻ്റെ മുകളിലൊന്നും വിറകൊന്നും അടുക്കി വെക്കരുത് കേട്ടോ. പാമ്പിനെ കയറി ഇരിക്കാൻ നമ്മളായിട്ട് തന്നെ അതിന് ഒരു സ്ഥലം ഒരുക്കി കൊടുക്കരുത്. ഒരു സാധനങ്ങൾ വീടിൻ്റെ പരിസരത്ത് കൂട്ടി വയ്ക്കരുത്, കുഞ്ഞുങ്ങളുള്ളിടത്ത് പ്രത്യേകിച്ച്. ഇപ്പോൾ ഈ ഒരു അവസ്ഥയിലാണ് എല്ലായിടത്തും പറമ്പുകൾ കിടക്കുന്നത്. പക്ഷേ അതൊരു ക്ലിയറിങ് ഇല്ല. കാരണം എന്ന് പറഞ്ഞാൽ ഇത് മെഷീൻ വെച്ച് ഡിസ്പോസ് ചെയ്ത് കഴിഞ്ഞെങ്കിൽ മാത്രമേ അതിൻ്റെ ഒരു ഭംഗി അറിയാൻ പറ്റുള്ളൂ. അത് കത്തിച്ചെങ്കിൽ മാത്രമേ ഒരു പ്രയോജനമുള്ളൂ ഈ ഒരു അവസ്ഥയിൽ. ഒരു കാര്യം എന്ന് പറഞ്ഞാൽ 100% ഞാൻ കേൾക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ,
പലർക്കും പല സ്ഥലത്ത് സ്ഥലങ്ങളുണ്ട്, ഇവരൊന്നും തിരിഞ്ഞു നോക്കില്ല. അതിൻ്റെ അപ്പുറത്തൊക്കെ താമസിക്കുന്ന ആൾക്കാരുടെ ഒരു ബുദ്ധിമുട്ട് അവർ ചെന്ന് പറയുമ്പോഴത്തെ അനിയ ഇവിടെ ഈ ഒരു അവസ്ഥയിൽ അവർ 5-6 വർഷമായിട്ട് തിരിഞ്ഞു നോക്കാതിട്ടിരിക്കുക, പാമ്പിൻ്റെ ശല്യമാണ്, കിടക്കുന്നിടത്തും അടുക്കളയിലും ഒരു കഞ്ഞി വെക്കുന്ന പാത്രത്തിനകത്ത് വരെ പാമ്പ് കയറിയിരിക്കുന്ന അവസ്ഥ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. കാരണം ആ ഒരു അവസ്ഥയ്ക്ക് അവർക്കൊന്നും അറിയില്ല. അവർ വസ്തു ഇങ്ങനെ നോക്കാതെ ഇട്ടിരിക്കും. വല്ലപ്പോഴും ഒക്കെ വന്ന് തേങ്ങ വെട്ടാനൊക്കെ ഉണ്ടെങ്കിൽ അത് വെട്ടിയിട്ട് പോവുകയുള്ളൂ. ഒരു വൃത്തിയാക്കലും ഒന്നുമില്ല. പക്ഷേ അങ്ങനെയുള്ളവർക്കൊക്കെ ഈ ജീവന് ഭീഷണി എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന ഈ പറമ്പിൻ്റെ അയലുമൊക്കെ താമസിക്കുന്നവർക്കാണ്. അപ്പോൾ നമ്മുടെ പറമ്പിൻ്റെ അയലുവക്കത്തുള്ള വീടുകളിലൊക്കെ താമസിക്കുന്ന ആൾക്കാർക്കും കുട്ടികൾക്കോ വല്ല എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായി കഴിഞ്ഞാൽ ഈ നാട്ടുകാർ മൊത്തം നമുക്കെതിരെ തിരിയും. അതൊരു കാര്യമുണ്ട്. അപ്പം ചെറിയ രീതിക്കൊക്കെ തെളിക്കാനുള്ളവരൊക്കെ തെളിച്ച് ഈ ഒരു സമയത്ത് തെളിച്ച് കഴിഞ്ഞാൽ മഴ സമയത്ത് അധികം കാട് കയറില്ല കേട്ടോ. കാരണം ഈ പറയാൻ നിൽക്കുന്ന സമയത്ത് മഴ പെയ്ത് കഴിഞ്ഞാൽ ഇത് പൂർണ്ണാവധി ശക്തിയോടെ വളരും. അപ്പോൾ ഈ ഒരു സമയത്തൊക്കെ തറ പറ്റിച്ച് വെട്ടിയിട്ട് കഴിഞ്ഞാൽ ഇപ്പോൾ കണ്ടില്ലേ ഞാൻ ചെയ്ത വർക്കാണ്. ഇവിടെ ഈ തറ നിങ്ങൾക്ക് കാണാൻ പറ്റും, അത്രയും ഫിനിഷായിട്ട് ചെയ്തിട്ടിരിക്കുകയാണ്. ഉച്ച കഴിയുമ്പോഴേ ഇതിൻ്റെ ഭംഗി അറിയാൻ പറ്റും. ഇതൊക്കെ പൂർണ്ണമായിട്ട് കരിഞ്ഞു പോകും, ആ ഒരവസ്ഥയാണ്. അപ്പം ഇങ്ങനെയൊക്കെ ചെയ്യാനുള്ളവർ എത്രയും പെട്ടെന്ന് വീടും പരിസരവും അതുപോലെ തന്നെ പറമ്പുകൾ അയൽവക്കത്തൊക്കെയുള്ള പറമ്പുകളൊക്കെ ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് വെട്ടി റെഡിയാക്കുക. കാരണം ഡെയിലി ഓരോ ബാഡ് ന്യൂസാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്.